നിലമ്പൂരിൽ നിന്ന് കുടിയിറക്കപ്പെട്ട പി അൻവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ എവിടെയാകും മത്സരിക്കുക? ഇത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. നിലമ്പൂരിൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിലോ പൊതു തെരഞ്ഞെടുപ്പിലോ അൻവറിനെ കാല് കുത്തിക്കില്ലെന്ന് UDF ശപഥം ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ശപഥം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം കേട്ടതോടുകൂടി അത് ഉറപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ്. അതുകൊണ്ട് നിലമ്പൂരിൽ ഇനി അൻവർ ഉച്ചകുത്തനെ നിന്നാൽ കയറാൻ കഴിയില്ല, മത്സരിക്കാൻ കഴിയില്ല. കാരണം അത് ആര്യാടൻ മുഹമ്മദിലൂടെ കോൺഗ്രസിൻ്റെ കോട്ടയായി, ഉരുക്കു കോട്ടയായി നിന്ന സ്ഥലമാണ്, മണ്ഡലമാണ്. അത് നിലമ്പൂരിൽ 2011 മുതൽ നേരെ ഇദ്ദേഹം പിടിച്ചടക്കുകയും ചെയ്തു. അൻവർ കൈവശം വയ്ക്കുകയും അദ്ദേഹം അവിടെ ജയിക്കുകയും ചെയ്തിരുന്നു. ഇടത് കോട്ടയായി മാറിയിരുന്നു. ആ ഇടത് സിറ്റിംഗ് സീറ്റ് എങ്ങനെയും പിടിച്ചടക്കുക എന്നത് UDFൻ്റെ വാശിയായി മാറിയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ വാശിയായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരുപക്ഷെങ്കിൽ UDF മറ്റൊരു കളിക്ക് മുതിർന്നേക്കും. നിലമ്പൂരിൽ അൻവറിനെ തന്നെ നിർത്തി ജയിപ്പിക്കാനൊരു പാഴ്ശ്രമമെങ്കിലും നടത്തണമെന്ന ആഗ്രഹവും UDFിലെ ആളുകൾക്കുണ്ട്. കാരണം ഇടത് സ്വതന്ത്രനെ നിർത്തി, ഇടഞ്ഞു നിന്ന ഇടത് സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം UDFിൽ പിടിച്ചു, വലതുപക്ഷത്തേക്ക് പിടിച്ചു ചേർത്തു എന്ന് പറയുന്ന തരത്തിലൊരു ആഹ്ലാദം ജനിപ്പിക്കാമെന്ന ഇഷ്ടം ചില UDF നേതാക്കൾക്കുണ്ടെങ്കിൽ കൂടി കോൺഗ്രസിലെ പ്രബല വിഭാഗം എന്ന് ഇപ്പോൾ വിളിക്കപ്പെടുന്ന സതീശൻ വിഭാഗത്തിന് നിലമ്പൂരിൽ ഇനി അൻവറിനെ അടുപ്പിക്കരുത് എന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വേറെ മണ്ഡലങ്ങളിൽ അൻവറിനെ നിർത്തുക, അവിടെ വിജയിപ്പിക്കുക. ഇതാണ് കോൺഗ്രസിൻ്റെ ഉള്ളിലിരിപ്പ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും അൻവറിനെ നിർത്താൻ സാധ്യത? അത് ഇടത് സിറ്റിംഗ് സീറ്റിൽ തന്നെ നിർത്തുകയാകും ലക്ഷ്യം. അതിൽ പ്രധാനമായി വരുന്നത് തവനൂർ KT ജലീൽ ഇനി മത്സരിക്കില്ല എന്ന് പറയുന്നു. അവിടെ ചിലപ്പോൾ ഒരു ഇടത് സ്വതന്ത്രം തന്നെയായിരിക്കും വീണ്ടും മത്സരിക്കാൻ വരുന്നത്. അത് UDFിന് വലിയ വെല്ലുവിളിയല്ല. കാരണം ഇപ്പോൾ ഒരു ട്രെൻഡ് അനുസരിച്ച് സർക്കാർ വിരുദ്ധ ജനവികാരം മുതലെടുത്ത് തവനൂരിൽ ഒരു സ്വതന്ത്രനെ അട്ടിമറിക്കാൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തന്നെ മതിയാകും, സാധാരണ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തന്നെ മതിയാകും എന്ന ചിന്ത UDFിനുണ്ട്. അതുപോലെ പട്ടാമ്പിയിലും അങ്ങനെ തന്നെയാണ്. പട്ടാമ്പിയിലും ഒരു വലിയ റോയൽ സീറ്റ് അല്ലാതെ അവിടെയും ഇടതുമുന്നണിയെ പരാജയപ്പെടുത്തണമെങ്കിൽ, അല്ലെങ്കിൽ CPMനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ, തോൽപ്പിക്കണമെങ്കിൽ, ആ സീറ്റ് പിടിച്ചടക്കണമെങ്കിൽ അവിടെയും ഒരു UDF നേതാവിനെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെ നിർത്തിയാൽ മതിയാകും. ഒരു അല്പം കഴിവുള്ള ഒരു മിടുക്കനെ നിർത്തിയാലോ ഒരു മിടുക്കിയെ നിർത്തിയാലോ പട്ടാമ്പി കൂടെ പോരുമെന്ന് UDFിന് അറിയാം. എന്നാൽ ബേപ്പൂർ അങ്ങനെയല്ല. ബേപ്പൂരിൻ്റെ സുൽത്താനെ അറിയപ്പെടുന്ന പണ്ട് മുഹമ്മദ് ബഷീർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് എന്ന് പറയും സുൽത്താൻ എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ മരുമകനാണ് അദ്ദേഹം. അവിടെ ആലങ്കാരികമായി പറയുകയാണെങ്കിൽ മുഹമ്മദ് റിയാസ് തന്നെയാണ് മുടിചൂട മന്നൻ. മുഹമ്മദ് റിയാസിനെ അട്ടിമറിക്കുകയാകും അൻവറിൻ്റെ നിയോഗം. റിയാസിനെ അട്ടിമറിച്ച് റിയാസിനെ അവിടെ സുൽത്താൻ പദവിയിൽ നിന്നെടുത്ത് ദൂരെ കളഞ്ഞ് അവിടം പിടിച്ചടക്കി തരിക. അവിടെ നിങ്ങൾ പിടിച്ചടക്കുക, അവിടെ നിങ്ങളുടെ പോരാട്ട വീര്യം മുഴുവൻ കാണിക്കുക എന്നാകും കോൺഗ്രസ് അൻവറിന് കൊടുക്കുന്ന നിർദ്ദേശം. അതായത് UDF മുന്നണിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബേപ്പൂരിൽ മത്സരിക്കുക, ഞങ്ങളുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും, മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുക. മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പിണറായി സത്തിനെതിരെ നിങ്ങളുടെ പോരാട്ടം വിജയം കണ്ടു എന്ന് പറയാം. റിയാസിനെ തോൽപ്പിക്കുമ്പോൾ അത് പിണറായിയെ തോൽപ്പിക്കുന്നതിന് തുല്യമായി മാറും. അതുകൊണ്ട് നിങ്ങൾ ബേപ്പൂരിൽ മത്സരിക്കുക എന്ന നിയോഗമാകും അൻവറിന് കൊടുക്കുക. അതുമാത്രമല്ല, UDF മുന്നണിയിലേക്ക് TMC വന്നു കഴിഞ്ഞാൽ, അതായത് തൃണമൂൽ കോൺഗ്രസ് UDF ബന്ധം ശരിയായി കഴിഞ്ഞാൽ മറ്റൊരു സീറ്റ് കൂടി തൃണമൂലിന് കൊടുക്കുന്നതിനും UDFിന് വിരോധമില്ല. മറ്റേതെങ്കിലും വിജയസാധ്യതയുള്ള സീറ്റ് കൂടി തൃണമൂലിന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ തൃണമൂലിന് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ പ്രസിദ്ധി നേടാൻ കഴിയും. ഇപ്പോൾ പശ്ചിമ ബംഗാളും സമീപ പ്രദേശങ്ങളിലൊക്കെ ഇലക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിലും അവിടെയെങ്കിലും അത്ര തിളക്കമാർന്ന വിജയം, പശ്ചിമ ബംഗാളിന് പുറത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ തൃണമൂലിന് അത്രയധികം കഴിഞ്ഞിട്ടില്ല. ദേശീയ പാർട്ടി എന്ന നിലയിൽ വളരുന്നതിന് തൃണമൂലിന് ആണിക്കല്ലാകും കേരളത്തിലെ വിജയങ്ങൾ. അൻവർ ഒരു സീറ്റിൽ വിജയിച്ചാൽ പോലും ഞങ്ങൾക്ക് കേരളം മുതൽ കാശ്മീർ വരെ പാർട്ടി ഘടകങ്ങളുണ്ടെന്നും അവിടങ്ങളിൽ ഞങ്ങൾക്ക് MLA ഉണ്ടെന്നും ഒക്കെ തൃണമൂൽ കോൺഗ്രസിന് വാദിക്കാൻ കഴിയും. ദേശീയ പാർട്ടി എന്ന തലത്തിൽ ഉയരാനും കഴിയും. അതുകൊണ്ട് തന്നെ ബേപ്പൂരിലെ പോരാട്ടത്തിനാകും അൻവറിനെ നിയോഗിക്കുന്നത്. ആ നിയോഗത്തിൽ അൻവർ വിജയിക്കുകയാണെങ്കിൽ അൻവറിൻ്റെ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിലും അൻവർ വിജയിച്ചു എന്ന് കരുതാം.